സന്ദർശനം സൗഹൃദമായിരുന്നു. സൗഹൃദം ഞാൻ സാധാരണ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നതാണ്. അതുപോലെ കാണാൻ പോകുന്ന ഇലക്ഷൻ ആയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അതുള്ളൂ. കോട്ടയത്ത് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചോ? ആ ഡിക്ലറേഷൻ 2 ദിവസത്തിലുണ്ടാവും. കാര്യം ആര് BDJസിൻ്റെ സീറ്റാണ് കോട്ടയം, അതുപോലെ തന്നെ ഇടുക്കി, അതുപോലെ മാവേലിക്കര, പിന്നെ നമ്മുടെ ചാലക്കുടി. ആ സീറ്റിൻ്റെ 4ൻ്റെയും പ്രസ്താവന ഡിക്ലറേഷൻ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഉണ്ടാവും. അല്ല, അങ്ങനെ ചോദ്യം പോലും വന്നിട്ടില്ല. അതൊക്കെ ചുമ്മാ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്. അത് ഇപ്പോൾ ഞങ്ങളുടെ സീറ്റുകളെല്ലാം നേരത്തെ ഫൈനലൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, അതിന് ശേഷം ഡിക്ലെയർ ചെയ്യും. കോട്ടയത്ത് വരുമ്പോൾ PC ജോർജിൻ്റെ നിലപാട് എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്? ഇല്ല, PC ജോർജിൻ്റെ നിലപാട് നമുക്ക് ആശങ്കയൊന്നും ഉണ്ടാക്കുന്നില്ല. അതൊരു ചർച്ചാ വിഷയമല്ലല്ലോ. അദ്ദേഹം BJPയുടെ കൂടെ നിൽക്കുന്നു. BJPയിലൊപ്പം ആരാണ് മത്സരിക്കുന്നത് വെച്ചാൽ അവരോട് സഹകരിച്ച് പോകാനല്ലേ അദ്ദേഹത്തിന് പറ്റുള്ളൂ. അതിനകത്ത് നമുക്ക് വേറെ ഇഷ്യൂസൊന്നുമില്ല. ഉള്ളതാണ്. പ്രഖ്യാപനം ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. കാര്യം BDJസിൻ്റെ കമ്മിറ്റി കൂടി തീരുമാനിച്ചാലേ പ്രഖ്യാപിക്കാൻ കഴിയൂ. 2 ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. NSSൻ്റെ നിലപാട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നുള്ളത്. അദ്ദേഹം ആ കാര്യം ഞാൻ ഒരു പിതൃതുല്യനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹവുമായിട്ട് സാധാരണ അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ പലതും ചെയ്യാറുള്ളത്. ഇപ്പം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വന്ന അനുവാദവും അതിനുള്ള അനുഗ്രഹവും ഒക്കെ വാങ്ങിച്ചു പോവുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അല്ല, അത് കാര്യം പിന്നെ ഇപ്പം ചേച്ചി വരുന്നതുകൊണ്ട് തീർച്ചയായും കാര്യം പിന്നെ കേരളത്തിൽ ഒരു വലിയ വാർത്ത ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. പക്ഷേ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ എന്നാലും BJP സംബന്ധിച്ചോളം പിന്നെ ഇത് പറയുന്ന കോൺഗ്രസിലുള്ള നേതാക്കന്മാർ പലരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ആൾ വരും എന്നുള്ള കാര്യം സംശയം വേണ്ട. അടിത്തറയുള്ള കാര്യം കുറേ കൂടെ അടിത്തറയുള്ള നേതാക്കന്മാർ പിന്നെ BJPയിലേക്ക് വരണം. അല്ല, എന്ന് വെച്ചാൽ അങ്ങനെ വേണേൽ നമുക്ക് വ്യാഖ്യാനിച്ച് പോകണ്ട. അല്ല, അതെനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മോഹം ആവശ്യപ്പെട്ടുകൊണ്ടല്ല പിന്നെ അദ്ദേഹം വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പുള്ളിക്കാരിക്ക് നേരിട്ടുള്ള പല അവഗണനകൾ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടായതുകൊണ്ട് അവർ BJPയിൽ പുള്ളിക്കാരി ജോയിൻ ചെയ്തു. അവർ നാളുകളിൽ അവർക്കുള്ള അംഗീകാരങ്ങൾ കിട്ടും. കാര്യം കേരളത്തിൽ പിന്നെ പുള്ളിയുടെ അച്ഛൻ ചെയ്തിട്ടുള്ള പ്രവർത്തികളൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന, ഒരിക്കലും കേരള ചരിത്രത്തിൽ മറക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയായിരുന്നു K. കരുണാകരൻ സാർ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ഒരു വലിയ പിന്നെ അംഗീകാരം BJPയിൽ കിട്ടും എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല. നമ്മൾ ഒന്നും അസ്യൂം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞങ്ങളിപ്പോൾ ഡിക്ലെയർ ചെയ്യല്ലേ, ഞങ്ങൾ ഇന്ന് നാളെ ഡിക്ലെയർ ചെയ്യാണല്ലോ. ഒരു കൺഫ്യൂഷനും ഇല്ല, ഒന്നുമില്ല. അല്ല, NSSുമായി പണ്ട് മുതലേ അദ്ദേഹവുമായിട്ട് NSSുമായിട്ട് ഞാനുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ വന്ന് പറയാറുണ്ട്. അതുപോലെ സാധാരണ വന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞങ്ങൾ സാറിന് തുടങ്ങാറുള്ള എല്ലാ കാര്യങ്ങളും. നിങ്ങൾ കണ്ടപ്പോൾ ഈ വേദി പങ്കിടുമെന്നൊക്കെ ചോദിച്ചാൽ അത് വിളിക്കട്ടെ, വരുമ്പോൾ കാണാമെന്നൊക്കെയാണ് പറഞ്ഞത്. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു നിങ്ങൾ ഒരുമിച്ച് വേദി പങ്കിടുകയും അത് വരട്ടെ. നമുക്കിപ്പോൾ അതിനകത്ത് ഒരു അഭിപ്രായം പറയേണ്ട കാര്യം, നിങ്ങൾക്ക് ആളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ ഞാൻ മറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ സ്മോൾ ബോയ് ആണ്. ഇതൊക്കെ എനിക്കറിയില്ല. അത് BJP എടുക്കേണ്ട തീരുമാനമാണ്. അല്ല, അതൊക്കെ BJP എടുക്കേണ്ട തീരുമാനമാണ്, ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നാളെ ഇന്ന് തീരുന്നുണ്ട്. ഇന്ന് മീറ്റിംഗ് ഉണ്ട്. അല്ലല്ല, ഇന്ന് പിന്നെ ഇവിടെ ചേർത്ത് കണിച്ചുകൊണ്ട് വെച്ചിട്ടാണ് കാണുന്നു. എല്ലാവരും കാണുന്നു. ഞാൻ ആദ്യം ഇവിടെ പിന്നെ അദ്ദേഹത്തെ കണ്ട ശേഷം മാത്രമേ തുടങ്ങുന്നുള്ള തീരുമാനമുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു. ഇനി അതിന് ശേഷം ബാക്കിയുള്ളവരായിട്ട് കാണും. അല്ല, ഇന്ന് കോട്ടയത്ത് വെച്ചായിരിക്കും നാളെ.